പിശാചിനെ തോൽപ്പിക്കുവാൻ കായബലത്തിന് കഴിയുകയില്ല, ആരോഗ്യത്തിനോ നമ്മുടെ പ്രതാപത്തിനോ കുടുംബശ്രേഷ്ഠതയ്ക്കോ സൗന്ദര്യത്തിനോ വിദ്യാഭ്യാസത്തിനോ ഉന്നത സ്ഥാനമാനങ്ങൾക്കോ സ്വാധീന ശക്തികൾ കൊണ്ടൊന്നും കഴിയുകയില്ല. പിശാചിനെ തകർക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഒന്ന്, ഡെവിൾ, പിശാച്. നാം വിസ്മരിക്കരുത്, നമ്മെ തകർക്കുവാൻ പിശാചുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ പിശാചുണ്ട്, സംശയം ജനിപ്പിക്കുവാൻ പിശാചുണ്ട്. ഈ പിശാചുക്കളെ ഒക്കെ വരുതിക്ക് നിർത്തുവാൻ കുടുംബാരാധന മുടക്കരുതേ. അപ്പനും അമ്മയും മക്കളും മുട്ടുകുത്തണം, കണ്ണുനീരൊഴുക്കണം, കരങ്ങൾ പിടിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, പ്രാർത്ഥിക്കണം. കുടുംബത്തിന്റെ ശ്രേഷ്ഠത ഏതാണ്? ഒരു കുടുംബത്തിന്റെ സ്വത്ത് അതാണ്. ഒരു കുടുംബ ജീവിതത്തിലെ സ്വത്ത് എന്ന് പറയുന്നത് 2 ഏക്കർ റബ്ബറല്ല, ബാങ്ക് ബാലൻസ് അല്ല, വാഹനമല്ല, ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റ് അല്ല. ഒരു കുടുംബത്തിന്റെ സ്വത്ത് എന്തെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥന, കുടുംബാരാധനയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇക്കഴിഞ്ഞിടെ അഹമ്മദാബാദ് പള്ളിയിൽ പോയി ഞാൻ അവിടെ 3 നോമ്പിന് പോയതാണ്. ഈ 3 നോമ്പിന് പോയി തിരിച്ചു വന്നപ്പോൾ എന്നെ ഒരു സ്ത്രീ വിളിച്ചു. അച്ചോ, എനിക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല. ഒരു മകളെ ഉള്ളൂ, സുന്ദരിയാണ്, ബിടെക്കുകാരിയാണ്, 28 വയസ്സുണ്ട്. അച്ചോ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛനെ വന്നപ്പം പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയാണ്. 3 നോമ്പ് കഴിഞ്ഞ് വലിയ നോമ്പ് വരാൻ പോകുകയാണ്. ഞാൻ 3 കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. 1, നിങ്ങൾ ഈ വരുന്ന 50 ദിവസക്കാലം ഉപവസിക്കണം. ചെയ്യാൻ പറ്റോ? എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യാം. 2, നിങ്ങൾ കരം പിടിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാച്ചോ? 3, നിങ്ങൾ മുട്ടുകുത്തണം, കണ്ണുനീരൊഴുക്കണം. അതും ചെയ്യാം. ഞാൻ പറഞ്ഞു, 50 ദിവസക്കാലം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 50 ദിവസം കഴിയുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്തു. 25 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നെ വിളിച്ചു. അച്ചോ, ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞു, ഒന്നും ആവത്തില്ല, കാരണം 50 ദിവസക്കാലമുള്ള ഉപവാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ദൈവം നടത്തും. പ്രിയമുള്ളവരെ, പുതു ഞായറാഴ്ച ആ സ്ത്രീ എന്നെ വിളിച്ചു. അച്ചോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എൻ്റെ മകളുടെ വിവാഹമെല്ലാം വാക്കുറപ്പായി. ചെറുക്കൻ സിംഗപ്പൂരുകാരനാണ്, അവൻ എംടെക്കുകാരനാണ്, അവൻ മദ്ബഹായിൽ കയറുന്നവനാണ്, അവൻ ശുശ്രൂഷകനാണ്, നല്ല സൗന്ദര്യമുള്ളവനാണ്. അങ്ങനെ വാതോരാതെ അങ്ങോട്ട് നിർത്താതെ ഭാവി മരുമകൻ്റെ ആ ശ്രേഷ്ഠതകളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ത്രീ നിർത്തിയിട്ട് എന്നോട് പറയുക, അച്ചോ ക്ഷമിക്കണം, അച്ഛൻ എന്നോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഞാൻ 3 കാര്യങ്ങൾ അച്ഛനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കേൾക്കട്ടെ. 1, കഴിഞ്ഞ 29 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉപവസിക്കുന്നത്. ഓർത്തഡോക്സുകാരായ ഞങ്ങൾ വെറും നാമധേയ ക്രിസ്ത്യാനികളായി ജീവിച്ചു. ഇന്നയോളം ഞങ്ങൾ ഉപവസിച്ചിട്ടില്ല. ബിസിനസ്സുണ്ട്, പണമുണ്ട്, കോടീശ്വരരാണ്, ഇഷ്ടം പോലെ സാമ്പത്തികമുണ്ട്. പക്ഷേ ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോൾ 50 ദിവസക്കാലം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കി നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം ഞങ്ങളെ മാനിച്ചു എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. 2ാമതായി അവർ പറയുക, അച്ചോ, 2ാമത്തെ കാര്യം, കഴിഞ്ഞ 29 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പള്ളിയിൽ വെച്ച് വിവാഹനാളിൽ കൈപിടിച്ചതാ, പിന്നിപ്പഴാ പിടിക്കുന്നതെന്ന്. ഞങ്ങൾ കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ 2 പേർ ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ പ്രവർത്തിക്കും. അതേ, ഭാര്യ ഭർത്താക്കന്മാർ സഹോദരങ്ങൾ ഒത്തൊരുമയോടെ കരമൊന്ന് പിടിച്ചു നോക്കിക്കേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, സംശയമില്ല. 24 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇന്നയോളം ഞാനും എൻ്റെ ഭാര്യയും കരം പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഭാഗ്യസ്മരണാർഹനായ
ഒസ്താത്യസ്ഥിനെ പഠിപ്പിച്ചതാ. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കരം പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വലിയ വലിയ വിപത്തുകൾ നേരിടേണ്ടി വന്ന സന്ദർഭങ്ങളിൽ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. കാരണം 2 വർഷമായി ഇപ്പം പോകുന്നില്ല. പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ അച്ഛന്മാരും അല്ലാത്തവരും ഞാൻ പറയും കരം പിടിക്കുക, അത്ഭുതം പ്രവർത്തിക്കും ദൈവം. അവിടെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, അതിശയം പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവം. കരം പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവാത്ഭുതം കാണുവാൻ കഴിയും. 3, ആ സ്ത്രീ പറയുകയാണ്, കഴിഞ്ഞ 29 വർഷ ദാമ്പത്യ ജീവിതത്തിൽ അച്ചോ ഞങ്ങൾ കസേരപ്പുറത്തിരുന്ന പ്രാർത്ഥിച്ചിട്ടുള്ളത്, സെറ്റിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും ഒരു ക്ലിപ്ത ടൈം ഇല്ലായിരുന്നു. തോന്നുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്ത് കുരിശു വരച്ച് കിടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലിപ്ത ടൈം ഞങ്ങൾ ക്രമീകരിച്ച് കുടുംബമായി ഒരു പാവിരിച്ച് മുഴങ്കാൽ മടക്കി കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചു വച്ചോ. ഞാൻ ഈ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് പറയുക, ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. എന്നിട്ട് എന്നോടൊരു കാര്യം കൂടി പറഞ്ഞു, അച്ഛൻ എവിടെ പ്രസംഗത്തിന് പോയാലും ഇതും കൂടെ പറഞ്ഞോളാം ധൈര്യപൂർവ്വം. അവരുടെ ജീവിത സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കരം പിടിച്ച് പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുക്കണം. അപ്പനും അമ്മയും മക്കളും കൂടെ കരയണം, കണ്ണുനീരൊഴുക്കണം. അപ്പാ എന്ന് വിളിച്ച് ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും നടുവില് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ അച്ചിട്ടം ദൈവം അതിന് മറുപടി തരും. മാസത്തിൽ ഒരിക്കൽ കുടുംബമായിട്ടൊന്ന് ഉപവസിച്ച് നോക്ക്. ഒരു പബ്ലിക് ഹോളിഡേ എല്ലാവരും ഉള്ളപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെച്ചിട്ട് ഒരു 2 മണിക്കൂർ സമയം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്ക്. കഥ കടച്ചിട്, ആരും വിളിക്കേണ്ട, ഫോണിൽ സ്വിച്ച് ഓഫ് ചെയ്യ്. കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ ഛിന്ന ഭിന്നമാകും, തകർന്ന് തരിപ്പണമാകും. ഇന്ന് പല കുടുംബങ്ങളും നശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഒരുമിപ്പും പ്രാർത്ഥനയും നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇന്ന് മുതൽ കരം പിടിച്ചോണം. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു വന്നിരുന്ന കൈ പൊക്കിക്കേ. ഞാനും ഭാര്യയും വന്നിട്ടുണ്ട്, അച്ചോ ഇന്ന് മുതൽ കരം പിടിക്കണം. ഇല്ലാത്തവരും കരം പിടിക്കാം, വീട്ടിൽ പോയി കരം പിടിച്ചാലും മതി. കരം പിടിച്ച് പ്രാർത്ഥിക്കണം. എന്ത് അനുഗ്രഹമാണ്. ഡി ഫോർ ഡെവിൾ, പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഉപവാസവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ്. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായെന്നോരച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായെന്നോരച്ചവനെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. രണ്ടാമത്തെ ഡി ഫോർ ഡിസീസ്, രോഗം. 1 ഡെവിൾ, 2 രോഗം. നാർക്ക രോഗമില്ലാത്തത്? ഒന്ന് ചെക്കപ്പിനായിട്ടൊന്ന് പോയി നോക്ക്, എന്തെങ്കിലും രോഗം കൊണ്ടേ വരുത്തുള്ളൂ. ഞാനിങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്ന വണ്ടി, കാറ് ഒരു കുഴപ്പവുമില്ല. ഗിയറ ഉണ്ട്, ക്ലച്ച് ചവിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടി ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഫാദർ അതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് തേഞ്ഞിരിക്കുക, ഗിയർ ബോക്സിന് കണ്ടോ. ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അധിക നാൾ ഓടിച്ചാൽ ബുദ്ധിമുട്ടാ. 4 ടയറും മാറേണ്ടി വന്നു, അതിനും ബുദ്ധിമുട്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു കുഴപ്പമില്ല ഓടിച്ചപ്പോൾ. പക്ഷെ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുളവാകുവാൻ ഇടയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇല്ലായിരുന്നെങ്കിൽ അറിയുമോ? ഇല്ല. ഒന്ന് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ്, ഒരു ബോഡി ചെക്കപ്പിന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പോരായ്മകൾ
രോഗമൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? എല്ലാവർക്കും രോഗമുണ്ട് അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ രോഗമെല്ലാവരെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. എത്രയധികം ക്യാൻസർ രോഗികൾ, ചെറുപ്പക്കാർ എത്രയധികം രോഗികളായി മാറുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു ഇല്ലേ? നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ കഴിയുമോ? ഇല്ല. രോഗം. വിശുദ്ധ വേദപുസ്തകം ഞാനിന്ന് വായിച്ചപ്പോൾ എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, 3 രീതിയിൽ രോഗം വരാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് രോഗികൾ പലരും വന്ന് സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ 3 രീതിയിലാണ് കർത്താവ് അവരെ ആക്കിയിട്ടുള്ളത്. 3 രീതിയിൽ. നമ്മളെല്ലാത്തിനും രോഗമെന്ന് പറയും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, യേശു തമ്പുരാൻ കവർന്നഹൂമിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിൽ കയറുവാൻ കഴിയാതെ ഒരു തളർവാദ രോഗിയെ 4 ആൾ ചുമന്ന് ആ പുരയുടെ ഓടിളക്കി താഴേക്ക് ഇറക്കി. കണ്ടോ? യേശു തമ്പുരാൻ അവനോട് ചോദിച്ചില്ല, എത്ര നാളായി നീ രോഗക്കിടക്കയിലായിട്ട്, എന്തോ രോഗമാണ്, ഒന്നും ചോദിച്ചില്ല. വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഏത് ചികിത്സയായിരുന്നു? അലോപ്പതി ആണോ അതോ നാട്ടുമരുന്നാണോ ഹോമിയോ ആയിരുന്നോ? ചോദിച്ചോ? വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല കർത്താവ്. പ്രഥമ ദൃഷ്ടിയിൽ യേശു തമ്പുരാൻ അവനെ കണ്ട മാത്രയിൽ പറയുകയാണ്, മകനേ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. അവനൊന്നും പറഞ്ഞില്ല. കർത്താവേ, ഞാൻ പാപിയാകുന്നു, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞോ? ഇല്ല. അവൻ രോഗത്തിന് സൗഖ്യമാക്കാൻ വന്നതാ. അവൻ രോഗിയാണ്. മലവും മൂത്രവും ഒക്കെ നോക്കിക്കോ, തളർന്നു കിടക്കുന്നവരെ 4 ആൾ എത്ര ശ്രദ്ധയോടെ കൊണ്ടുവന്നു. കർത്താവ് അവനെ സൗഖ്യമാക്കുന്ന വിധം, 1, പാപം ഹേതുവായി രോഗം വരാം. നമ്മുടെ പാപം പെരുകുമ്പോൾ, അകൃത്യങ്ങൾ പെരുകുമ്പോൾ രോഗം വരാം. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ചോ നടുവിന് വല്ലാത്ത വേദനയാ, തലയ്ക്ക് പെരുപ്പാണ്, വയറ്റിന് ഭക്ഷണം കഴിക്കാൻ ഒമിറ്റ് ചെയ്യും. ഞാൻ ചോദിക്കും, ഹോസ്പിറ്റലിൽ കാണിച്ചില്ലയോ? ഫിസിഷ്യനെ കാണിച്ചില്ലയോ? അച്ചോ ഇവിടെ മുതൽ അങ്ങ് ലേക്ക് ഷോർ വരെ അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റൽ വരെ കാണിച്ചു. പല ഹോസ്പിറ്റലിലും പോയി ഡോക്ടർമാരെല്ലാം സ്കാൻ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അസുഖമൊന്നുമില്ലെന്ന് അവർ മുദ്ര കുത്തി. പക്ഷെ എൻ്റെ അസുഖം മാറുന്നില്ല. ആ അസുഖത്തിൻ്റെ പേരാണ് പാപരോഗം. പാപം നിമിത്തം രോഗം വരാം. ഇന്ന് വിട്ടുമാറാത്ത നമ്മുടെ രോഗത്തിന് കാരണം സഹോദരങ്ങളെ പാപമാകാം. സത്യകുംഭസാരം നിർവഹിക്കണം, പാവങ്ങൾ ഏറ്റുപറയണം. നിന്റെ രോഗത്തിൽ നിന്നും വിമുക്തി പ്രാപിപ്പാൻ കഴിയും. രോഗം വരുന്നത് പാപം ഹേതുവായിട്ട്. 2, കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണാം. അവിടെ പറയുന്നു, ഒരു ചന്ദ്രരോഗിയെ കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു. 17-ാം അധ്യായത്തിൽ അവിടെ കാണുന്നു, ചന്ദ്രരോഗമെന്നാ പറയുന്നത്, രോഗമാണ്. പക്ഷെ പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീഴുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം അവിടെ പറയുന്നു ചന്ദ്രരോഗം. ഈ ചന്ദ്രരോഗം യേശു തമ്പുരാന്റെ അരികിലേക്ക് വന്നപ്പോൾ യേശു അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവനിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു. അവനിലുള്ള ദുരാത്മാവ്, പിശാച് ഹേതുവായി രോഗം വരാം, പൈശാചിക ബന്ധനത്തിൽ രോഗം വരാം. അതുകൊണ്ട് തന്നെയല്ലേ 18 സംവത്സരക്കാലം കൂനിയായ സ്ത്രീ സിനഗോഗിൽ കടന്നു വന്നപ്പോൾ 18 വർഷമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ യേശു അവളെ നോക്കിയപ്പോൾ
കർത്താവ് പറയുക, 18 സംവത്സരക്കാലമായി അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നില്ലേ? ഇവളെ സ്വതന്ത്രയാക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ചില കൂനുകളുണ്ട് പ്രിയമുള്ളവരെ, പൈശാചിക ബന്ധനമുണ്ട്. ഈ കഴിഞ്ഞിടെ ഞാൻ ചാരുമൂട്ടിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. സന്ധ്യ സമയമായി. അപ്പോൾ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു, അച്ഛൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് നിവൃത്തിയില്ല പോകാൻ. അച്ഛോ, നേപ്പാളിൽ നിന്നും ഇവിടെ 20 വർഷമായി ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. പക്ഷേ ആ മരുമകൾക്ക് അസ്വസ്ഥത. അവൾ തലമുടിയൊക്കെ അഴിച്ചിട്ട് അവളങ്ങനെ കുഞ്ഞിനെ ഒന്നും എടുക്കാതെ അവളങ്ങനെ ഒരു ബീഭത്സരൂപിണിയായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഓർഫണേജിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലച്ചാ, അവർക്ക് വരാൻ പറ്റത്തില്ല, അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ സന്ധ്യയ്ക്ക്, അതായത് 7:30 മണിക്ക് ആ കോളനിയിൽ ആ സുഹൃത്തിനോടൊപ്പം ചെന്നപ്പോൾ കോളനിക്കാരെല്ലാം ഒരച്ഛനെ കണ്ടപ്പോൾ ചോദിക്കുക, അച്ഛാ എങ്ങോട്ട് പോവാ? ഞാൻ പറഞ്ഞു, ഇന്ന പോലെ. അച്ഛാ എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, വല്ലാത്ത അവസ്ഥയാണ്. ഡോറ് തുറന്നതും കോപിഷ്ഠയായി അലറിക്കൊണ്ട് വരുന്ന ഒരു സ്ത്രീയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ? വേറൊരു പേരാ പറഞ്ഞത്. നീ ആരാ? അവൾ പറഞ്ഞു, ഞാൻ വേറൊരു പേരാ പറയുന്നത്. അവിടെ ആത്മഹത്യ ഓട്ടെ, എന്തോ ഒരാൾ അവരുടെ പേരാ പറയുന്നു. അവൾ അല്ലാതായി മാറിയിരിക്കുകയാണ്. പക്ഷേ അവളുടെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉച്ചയ്ക്ക് ഡോക്ടറെ പോയി കണ്ടു, കുറേ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മരുന്ന് പരിശോധിച്ചു. ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ മരുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, ഇതൊന്നും കഴിക്കണ്ട, കാരണം രോഗമില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു, തല കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവൾ ഒരു അക്രമാസക്തിയായി അങ്ങനെ തലയിട്ട് അങ്ങനെ ഇളക്കി അവൾ താഴേക്ക് അങ്ങിരുന്നു. ഞാൻ പോയേക്കാവേ എന്ന് പറഞ്ഞ് അവളിലുള്ള ദുരാത്മാവ് പ്രാർത്ഥനയിലൂടെ ഒഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ഞാൻ അല്ല, അച്ഛന്മാർ പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും പറ്റും. ഒരു ഹൈന്ദവ കുടുംബമാണ്. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തലേ കൈവച്ചപ്പോൾ തന്നെ പറയുക, ഞാൻ വിട്ടുപോയി. അവൾ പെട്ടെന്ന് ചോദിക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അയ്യോ ഫാദർ എപ്പോഴാ വന്നതെന്ന്. ഞാൻ ചോദിച്ചു, നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ലെന്ന്. പിന്നീട് അവരോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലെങ്കിൽ വീണ്ടും വരും. അങ്ങനെ അവരെയും കൊണ്ട് പിറ്റേ ദിവസം 3 ദിവസക്കാലം അടുപ്പിച്ച് ഉപവാസവും പ്രാർത്ഥനയും ഞാൻ ഉൾപ്പെടെ അവരുടെ കൂടെ ഇരുന്നു. അവരുടെ വീട്ടിലല്ല, ഓർഫണേജിൽ. ഇപ്പം ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത്, പൈശാചിക ബന്ധനം മൂലം രോഗം വരാം. നമ്മുടെ ഒക്കെ ശാരീരികമായ ക്ലേശങ്ങൾക്ക് പൈശാചിക ബന്ധനമാവാം. 3 കർത്താവ് സുഖപ്പെടുത്തിയ രീതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യഗണങ്ങൾ കർത്താവിനോട് ചോദിക്കുക, ഒരു പിറവിക്കുരുടനെ കണ്ടുകൊണ്ട്, കർത്താവേ, ഇവൻ്റെ അപ്പൻ്റെ നിമിത്തമാണോ ഇവൻ്റെ നിമിത്തമാണോ അവൻ കുരുടനായി മാറിയത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ്റെ അപ്പൻ്റെ പാപം നിമിത്തമല്ല, അവൻ്റെ അമ്മയുടെ പാപം നിമിത്തമല്ല. ഒരുപക്ഷെ നമ്മുടെ രോഗവും ദുഃഖവും ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്, കർത്താവിന് സാക്ഷിയായി തീരുവാൻ വേണ്ടിയാണ്. രോഗവും ദുഃഖവും കഷ്ടപ്പാടും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാൻ വേണ്ടിയാണ് നാം വിസ്മരിക്കരുത്. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ഇരുന്ന ഒരു വ്യക്തി ജീവിതത്തോടും കർത്താവ് സംസാരിച്ചിട്ടില്ല. ശരിയാണോ? സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്ന ഒരു വ്യക്തി ജീവിതത്തോടും കർത്താവ് ദർശനം കൊടുത്തിട്ടില്ല, സന്തോഷത്തോടെ ഇരുന്നവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന വ്യക്തികളോടാണ് സംസാരിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, യാക്കോബ് അപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നവരെയും ദൈവം അവനോട് സംസാരിച്ചിട്ടില്ല.
എന്നാൽ അവൻ മരണവെപ്രാളത്തോടെ ഓടുകയാ അമ്മാവന്റെ വീട്ടിലേക്ക്. ടെൻഷൻ. വീട്ടിലേക്ക് ഓടിയപ്പോൾ ലൂസ് എന്ന പ്രദേശത്തെത്തിയ വേളയിൽ അന്ന് വരെ പട്ടുമത്തയിൽ കിടന്നവൻ ഇതാ കഷ്ടപ്പെടാൻ പോകുക. ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് ഉറങ്ങിയപ്പോൾ ദർശനം കണ്ടു. പട്ടുമത്തയിൽ കിടന്നപ്പോൾ ദർശനം കണ്ടില്ല. ഇവിടെ കഷ്ടപ്പാട് നടുവിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവിക ദർശനമുണ്ടായി. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളും വേദനയും ദുഃഖവും ഒക്കെ ഉളവാകുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് കഷ്ടപ്പാട് തരുന്നത്. മനസ്സിലായോ? വേദനിക്കുന്നവരോടാണ് കർത്താവ് ഇടപെടുന്നത്. അവിടെ അന്ന് വരെ സന്തോഷത്തോടെ ജീവിച്ചു. അന്ന് വരെ യാക്കോബിന് ദർശനമുണ്ടായിട്ടില്ല. ഇവിടെ ഇതാ സ്വർഗം തുറക്കുന്നു, ദൂതന്മാർ കയറുന്നു, ഇറങ്ങുന്നു. ലൂസ് എന്ന പ്രദേശം അവൻ ബഥേൽ എന്ന് വിളിച്ചു. ഏലിയാവ്, പ്രിയമുള്ളവരെ, അന്ന് വരെ വലിയ ദർശനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു സ്വർഗീയ ദൂതൻ മുന്നിൽ വരുവാൻ കാരണം ഏലിയാവ് തളർന്ന് ചൂരച്ചെടിയുടെ കീഴിൽ മരിച്ചാൽ മതി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിയപ്പോൾ അവന് ദർശനമുണ്ടായി. ദൂതൻ വന്നിട്ട് ഒറ്റ അടി കൊടുത്ത് എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. നിനക്ക് ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. കണ്ടോ, സുഖവും സമൃദ്ധിയും ജീവിതത്തിൽ വരുമ്പോൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവത്തില്ല. മറിച്ച് ദുഃഖവും ദാരിദ്ര്യവും നിന്ദയും പരിഹാസങ്ങളും വേദനകളും കൂരമ്പുകളായി ഹൃദയത്തിൽ പതിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കും. മരണം, വേദന, ദുഃഖമൊക്കെ ഉളവാകുമ്പോൾ ദൈവത്തെ മഹത്വീകരിക്കണം. യേശുവേ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. സ്തെഫാനോസ് സഹദ, അന്നുവരെ ആദർശനമുണ്ടായിട്ടില്ല. സ്തെഫാനോസ് സഹദ കല്ലേറ് കൊല്ലുമ്പോൾ മുട്ടുകുത്തിയ വേളയിൽ സ്വർഗം തുറന്നു. കല്ലേറ് കൊള്ളുമ്പോൾ, വേദനിക്കുമ്പോൾ തലയിലും ദേഹത്തും കണ്ണിലും മൂക്കിലുമൊക്കെ വലിയ കല്ലുകൾ പതിക്കുമ്പോൾ ഈ സ്തെഫാനോസ് സഹദ കാണുകയാ സ്വർഗദർശനം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ തന്റെ പ്രിയ ശിഷ്യൻ തിളച്ചെണ്ണയിൽ മുക്കി അന്നത്തെ രാജാവ് ഒരു ദ്വീപിലേക്ക് നാടുകടത്തിയപ്പോൾ തിളച്ചെണ്ണയിൽ മുക്കി തുണി പോലും ഉടുക്കാൻ പറ്റാത്ത അവസ്ഥ. തീപ്പൊള്ളലേറ്റാൽ വസ്ത്രം ഉടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഏകനായി അവൻ അങ്ങനെ ദ്വീപിലിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വരുവാനുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി ദൈവം കാട്ടിക്കൊടുത്തു. അന്നുവരെ മാറോട് ചേർന്നിരുന്നപ്പോഴോ, യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴോ, സന്തോഷിച്ചിരിക്കുമ്പോഴോ വരുവാനുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എപ്പോ വെളിപ്പെടുത്തി? ദേഹം, ശരീരത്തിന് കഷ്ടത സഹിച്ചപ്പോൾ, വേദന ഉണ്ടായപ്പോൾ. അതുകൊണ്ട് കഷ്ടപ്പാടുകളും വേദനകളും ജീവിതത്തിൽ ദൈവിക മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ദൈവം ഒരുക്കുന്ന ചില പദ്ധതികളാണ്. രോഗം, ഡിസീസ്. 3, ഡേഞ്ചർ. ആപത്ഘട്ടമാണിത്. ആപത്തനർത്ഥങ്ങൾ വർദ്ധിക്കുന്നു, അല്ലേ? ആപത്തുകൾ കൂടി വരിക, അപകടങ്ങൾ കൂടി വരിക. ആപത്ഘട്ടം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആപത്ഘട്ടമുണ്ടായ ഒരു പുസ്തകമുണ്ട്. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ആപത്ത് വരുന്നു എന്ന് കണ്ടപ്പോൾ അഹശ്വേരോശ് രാജാവ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അവർ മൊർദെഖായിയുടെ നേതൃത്വത്തിൽ, എസ്തേറിന്റെ നേതൃത്വത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി ഇസ്രായേൽ സമൂഹത്തെ കൊന്നൊടുക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അവർ കൂട്ടായി തീരുമാനിച്ചു ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചെറകടിയിൽ ശരണം പ്രാപിക്കുമെന്ന് സങ്കീർത്തനക്കാരനെ പോലെ പറയുവാൻ കഴിയണം. ഈ ആപത്തുകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യണം? ചിറകടിയിൽ ശരണം പ്രാപിക്കണം, ദൈവമുഖത്തേക്ക് നോക്കണം. 4, ഞാൻ പെട്ടെന്ന് തീർക്കുക. 4, ഡിപ്രഷൻ. ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് ഓർഫണേജിൽ
ഏകദേശം 105 പേരോളം ഉണ്ട്, അമ്മമാരും അപ്പച്ചന്മാരും. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുന്ന താമസിച്ചത് ഒരപ്പച്ചനെ വഴിയിൽ തള്ളി പോലീസ് വിളിച്ചു, അച്ഛാ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു, RT-PCR എടുത്തോണ്ട് വാ. രാവിലെ വിളിച്ചതാ. പ്രിയമുള്ളവരെ, അവർ കൊണ്ടുവന്നു. വൈകിട്ട് കൊണ്ടുവന്ന അപ്പച്ചൻ. മക്കൾ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരിക, കറിവേപ്പല പോലെ എടുത്തു കളയുക. ഇന്ന് മാതാപിതാക്കളെ ഇന്ന് മക്കൾ തള്ളിക്കളയുക. ആ ദുരവസ്ഥയാ ഇന്ന്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇത് വാഗ്ദാനത്തിന് പ്രഥമ കൽപ്പനയാകുന്നു. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അപ്പനെയും അമ്മയൊക്കെ നമ്മൾ ഇച്ചിപ്പോന്ന് പോലും പറയരുത്, റെസ്പെക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ദീർഘായുസ്സും നന്മയും ലഭിക്കുകയുള്ളൂ. അപ്പനെയും അമ്മയും ഓർഫണേജ് തള്ളുന്നവരുടെ എണ്ണം കൂടി വരിക. കഴിഞ്ഞിടെ ഒരു അമ്മച്ചിയെ കൊണ്ടുവന്നു, സ്വന്തം അമ്മയാന്ന് പറഞ്ഞില്ല. മരുമകനും ഏക മകളും സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് അവരവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം. ഞാൻ വിളിച്ചു, ഇതാരാ? അമ്മയാച്ച. മകളുടെ കല്യാണം നടക്കാൻ പോകുകയാ. ഈ അമ്മയെ കാണുമ്പോൾ അവർക്ക് എന്തോ തോന്നും, ഒരു വയസ്സിൽ തള്ള. ഞാൻ പറഞ്ഞു, ശാപമാണിത്, ഞങ്ങൾക്ക് വേണ്ട അച്ഛാ. പ്രിയമുള്ളവരെ, 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി മരിച്ചു. ഞാൻ പറഞ്ഞു, മരിച്ചുപോയി അച്ഛാ, അവിടെ എവിടെങ്കിലും അങ്ങ് കുഴിച്ചിട്ടേക്കാൻ. പ്രിയമുള്ളവരെ, ആ മകളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും. സ്വന്തം മകളി എല്ലാം എഴുതി വാങ്ങിച്ചവർ, സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചു. ആ അമ്മച്ചി എന്നോട് പറഞ്ഞതാ, ഞാനാണ് ആ അമ്മച്ചിയെ കൊണ്ട് അടക്കിയത്. ഒന്ന് പ്രാർത്ഥിച്ച് ശ്മശാനത്തിൽ കൊണ്ടുപോയി എത്രയോ പേരെ ഞാൻ അടക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഓടിക്കുന്നത് ഞാനാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, ബോഡിയും വെച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, പാട്ടും പാടി അങ്ങ് പോകും, പുറകോട്ട് നോക്കത്തില്ല, ബോഡി കിടപ്പുണ്ട്. ഒരു പാട്ടും പാടി അങ്ങ് പോകും, രാത്രിയിലൊക്കെ വേറെ ആരും കാണുകയില്ല. പ്രിയമുള്ളവരെ, ബോഡിയും വെച്ചോണ്ട് പോകും, ശ്മശാനത്തിൽ കൊണ്ടടക്കും. അവർക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് പാല് തന്ന് ഉദരത്തിൽ 10 മാസം നമ്മെ വഹിച്ച് ഒരു 3 വയസ്സുവരെയും മുലപ്പാൽ തന്ന് വളർത്തിയ അമ്മമാരെ നോക്കിക്കോടെ. ഇക്കഴിഞ്ഞിടെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള ഒരു വലിയ കോടീശ്വരനാണ് അദ്ദേഹം. അവിടെ നമ്മുടെ ഓർഫണേജിൽ വന്നു. എന്നിട്ട് ഒരു വലിയ ഹൈടെക് കാറാണ്. ഞാൻ ചോദിച്ചു, എന്താ? അമ്മ ഇവിടെ ആക്കാനാ, നാളെ ദുബൈക്ക് പോവാ ഞങ്ങൾ, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 88 വയസ്സുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ സൂട്ട് കേസ് പിടിച്ചുകൊണ്ടിരുന്ന പോലെ അമ്മയെ കൊണ്ടുവരുന്നു. ആകെ ഇത്രയേ ഉള്ളൂ. പവിഴം പോലിരിക്കും സുന്ദരി, ഓ മാലാഖ, തേജസ്. നമ്മൾ ഈ അമ്മച്ചിയാണ് ഇവിടെ കൊണ്ടിരുന്നത്. അവരുടെ കൈ ഒടിഞ്ഞിരിക്കുന്നു. വല്ലാത്ത ഒരു ഞാൻ പറഞ്ഞു, മരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അച്ഛാ, മരിക്കുകയാണെങ്കിൽ മോർച്ചറി വെച്ചേക്കാൻ, ഞങ്ങൾ വന്നോളാം. അവരൊരു മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ ആ മകൾ പറയുക, ഞാൻ എറണാകുളത്തുണ്ടെന്ന്, എനിക്ക് ദുബായിൽ പോകാൻ പറ്റിയില്ല. അമ്മയെ കൊണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മറിഞ്ഞു വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഞാൻ അടക്കത്തിന് ചെന്നു, മർത്തമ സഭയാണ്. ആ മകൾ എന്നെ കണ്ടത് ഓടി വന്നു. എന്നിട്ട് പറയുക, അച്ഛാ, ഞങ്ങളുടെ കാര്യം പറയല്ലേ എന്ന്. ഞങ്ങളുടെ കാര്യം പറയല്ലേ. 25,000 രൂപ അവർ തന്നിരുന്നു. ഒരു മാസേ കടന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മകൾ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ബാക്കി പൈസ തരാൻ. 25,000 രൂപയിൽ 5 രൂപ അച്ഛനെടുത്തോണ്ട് ബാക്കി 20,000 രൂപ തരാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് പണം വേണ്ട, 25 തന്നേക്കാം. പക്ഷേ അന്ത്യത്തിൽ ഞാനാണ് വെള്ളം കൊടുത്തത്. നിങ്ങൾക്കൊരവകാശ ഓഹരിയും കിട്ടുകയില്ല, എനിക്ക് ദൈവം തന്നോളും. അവർ വാങ്ങിച്ചുകൊണ്ട് പോയി, ആ പണം വാങ്ങിച്ചുകൊണ്ട് പോയി. പ്രിയമുള്ളവരെ, അങ്ങനെ എത്ര അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ നമ്മൾ തള്ളിക്കളയരുത്, നമ്മൾ ഉപേക്ഷിക്കരുത്. ചിന്ത, ഡിപ്രഷൻ അല്ലേ, നമ്മളതല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഡിപ്രഷൻ, നിരാശ, അതല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഡിപ്രഷൻ. പ്രിയമുള്ളവരെ, നിരാശ. ഈ നിരാശയുടെ ഈ അനുഭവത്തിൽ ഇന്ന്
നിരാശയുടെ ഒരു അഗാധതയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എത്രയധികം ആളുകൾ ഡിപ്രഷനായി ജീവിക്കുന്നു, നിരാശപ്പെട്ട്. ഈ നിരാശയുടെ ആഴത്തിലേക്ക് പോകുന്ന അനുഭവമാണ് ഡിപ്രഷൻ. കുളിക്കണ്ട, നനയ്ക്കണ്ട, ഒന്നും ചെയ്യാൻ മടിയില്ല, ആ അനുഭവമാണ് ഡിപ്രഷൻ. എൻ്റെ ഓർഫണേജിൽ നിരവധി ആളുകൾ അങ്ങനെയുണ്ട്. അവരൊക്കെ നമ്മളാണ് കുളിപ്പിക്കുന്നത്. ഡിപ്രഷൻ. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഭക്തനായ മനുഷ്യന് ഡിപ്രഷൻ ബാധിച്ചു. അദ്ദേഹം 3 തീരുമാനങ്ങൾ കൈക്കൊണ്ടു. 55-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ 5-ഉം 6-ഉം വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒളിച്ചോട്ടം, ഒരു എസ്കേപ്പിസം എന്ന് വേണേൽ പറയാം. ഇന്ന് അനവധി ആളുകൾ ഡിപ്രഷൻ വരുമ്പോൾ, നിരാശ നിഴലിടുമ്പോൾ ആത്മഹത്യയിലേക്ക് ഒളിച്ചോടുന്നവരുണ്ട്, മദ്യപാനത്തിലേക്ക് ഒളിച്ചോടുന്നവരുണ്ട്. പക്ഷെ അതൊരു പ്രശ്നപരിഹാരമല്ല. രണ്ടാമതായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. മറ്റാരുമല്ല, ദാവീദ്. 15-ാമത്തെ വാക്യത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ നിരാശയിൽ കൂടി ഉതിർന്ന വാക്കുകൾ. മരണം പെട്ടെന്ന് പിടിക്കട്ടെ, എന്നെ ദ്രോഹിക്കുന്നവരെല്ലാം നശിക്കട്ടെ എന്ന്. അവിടെയും സമാധാനം കിട്ടുന്നില്ല. തൻ്റെ മകനായ അബ്ശാലോം രാജകുമാരൻ തന്നെ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ ചമച്ച ഗീതമാണിത്. അദ്ദേഹം പറയുക, എനിക്ക് സമാധാനമില്ല. എൻ്റെ മകൻ എന്നെ ദ്വേഷിക്കുന്ന ശത്രുവായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. എന്നെ ഉപദ്രവിക്കുന്നത് എൻ്റെ സ്വന്തം മകൻ തന്നെയാണ്. അദ്ദേഹം 3-ാമത്തെ തീരുമാനമെടുത്തു. 16-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് അറിയാമോ? ഞാനോ എൻ്റെ ദൈവത്തിങ്കലേക്ക് നോക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. വൈകിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരമാണ്, പ്രാരംഭമാണ്. വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ജീവിതത്തിൽ നിരാശ നേരിടുമ്പോൾ, ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങൾ തള്ളപ്പെടുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ തള്ളാത്ത ഒരു ദൈവമുണ്ട്. നമ്മെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിക്കണം അല്ലേ? ഞാൻ ജയിൽ മിനിസ്റ്ററുടെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ 12 വർഷമായി ജയിൽ മിനിസ്ട്രിയുണ്ട്. മിക്ക ജയിലുകളും സന്ദർശിക്കുന്നുണ്ട്. എല്ലാ ജയിലിലും പോകാനുള്ള സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഏത് ജയിലിലും വേണേ പൊക്കോ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മിക്കവാറും ഞാൻ പോകാറുണ്ട്. അവിടെ ഞാൻ കടന്നു ചെന്ന വേളയിൽ ഞാൻ അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അവിടെ കുർബാന ചൊല്ലിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. നിരവധി ആളുകൾ വന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പോയി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി 2-3 പോസ്റ്റ് കാർഡ് ലെറ്റർ വന്നു. അതിൽ ഒരു ലെറ്ററിൽ ഇപ്രകാരം എഴുതിയിരിക്കുക: അച്ഛൻ വന്ന് ഞങ്ങളെ ഒരു വാക്യം പഠിപ്പിച്ചില്ലേ? ആ വാക്യം ഇപ്രകാരമായിരുന്നല്ലോ: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ആ വാക്യം കരുത്തോടെ എൻ്റെ ഹൃദയത്തിൽ തറച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. 9 വർഷമായി ഞാൻ തടങ്കലിലാണ്. എൻ്റെ സഹതടവുകാരെല്ലാം പരോളിൽ പോകുമ്പോൾ എന്നെ ആരും ഇറക്കാനില്ല. നീ നിസ്സഹായനാണ് അച്ചോ. പക്ഷെ അച്ഛൻ്റെ വാക്കുകൾ എനിക്കൊരു കരുത്ത് പകർന്നു തന്നു. ഞാനിനി ജീവിക്കും അച്ചോ. ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയ ലെറ്റർ, ആ ലെറ്ററിൽ ഇപ്രകാരം എഴുതിയിരിക്കുക: അച്ഛൻ പറഞ്ഞ ആ വാക്യം എന്നെ ഏറെ സ്പർശിച്ചു, കരുത്തോടെ എൻ്റെ ഹൃദയത്തിൽ തറച്ചു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ലച്ചോ എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മെ ദൈവം തള്ളിക്കളയത്തില്ല. മുറുകെ പിടിക്കണം ദൈവത്തെ. യാക്കോബ് യബ്ബോക്കടവിൽ മുറുകെ പിടിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബിനെ പോലെ അവകാശത്തോടെ, അധികാരത്തോടെ നമ്മുടെ നാഥനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ അവൻ നമ്മെ ഒരു നാളും തള്ളിക്കളകയില്ല. 5-ാമത്തെ മുന്നറിയിപ്പ്: 1 ഡെവിൾ, 2 ഡിസീസ്, 3 ഡേഞ്ചർ,
4 ഡിപ്രഷൻ. 5 എന്താ? ഡെത്ത്, മരണം പിടികൂടും. അല്ലേ? മരണമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാ. അച്ഛൻ 4 മതി, നിർത്തിയേക്കല്ലേ? ഡെത്ത്, മരണം സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കും. പണ്ട് എൻ്റെ തൊട്ടടുത്ത് CSI പള്ളിയുണ്ട്. CSI പള്ളിയിലെ ഓർമ്മയുണ്ട്, ബെഞ്ചമിൻ തിരുമേനി, അന്ന് CSIയിലെ ബെഞ്ചമിൻ തിരുമേനി പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഓരോ ശവസംസ്കാരത്തിന് പോകുമ്പോഴും അത് ഒരു മുന്നറിയിപ്പാണ്. അക്കരെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടതാ. നിങ്ങൾ ഓരോ ശവസംസ്കാരത്തിന് പോകുമ്പോഴും എന്താണ്? എനിക്കും അങ്ങനെ സംഭവിക്കാം, ഞാനും ഇതുപോലെ പെട്ടിയിൽ കിടക്കേണ്ടതാണ്, ഞാനും ഇതുപോലെ കുഴിയിലേക്ക് പോകേണ്ടവരാണ്, അല്ലേ? അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യ, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ ജ്ഞാനത്തിൽ പുകഴുന്ന എന്തിന്? മനുഷ്യ, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ ധനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? പ്രിയമുള്ളവരെ, വളരെ ചിന്തനീയമാണത്, അല്ലേ? നാം മരണത്തെ അഹുമരിക്കേണ്ടവരാണ്. എപ്പോൾ വേണേലും മരണം സംഭവിക്കാം. ഞാൻ ഈ കഴിഞ്ഞിടെയൊക്കെ എൻ്റെ വണ്ടിയിലിട്ട് കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. അത് വൈദികരുടെ ശവസംസ്കാരത്തിലൊരു പാട്ടാണ്. വൈദികരുടെ ശവസംസ്കാരത്തിലെ ഒരു പാട്ടാണ്. പെട്ടിയിൽ കിടക്കുന്ന ആ മരിച്ച ആൾ, അല്ലെങ്കിൽ വൈദികൻ, അല്ലെ തിരുമേനി പറയുന്നതായിട്ട് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുക. മായകളുടെ പിമ്പേ പോയി ഞാൻ, മായകളുടെ പിന്നാലെ ഞാൻ പോയി. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം. ഈ പെട്ടിയിൽ കിടക്കുന്ന ആ മരിച്ച വ്യക്തി പാടുകയാ, പറയുകയാ, ചിന്തിക്കുക. മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം, ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമെന്ന് അഭിമാനിച്ചു. ഞാൻ കണ്ടവയും ഞാൻ ആർജിച്ചവയെല്ലാം ശാശ്വതമാണെന്നങ്ങ് ധരിച്ചുപോയി. മായകളുടെ പിന്നാലെ ഞാൻ പൊക്കൊണ്ടിരുന്നത് അതെൻ്റെ മൂഢത കൊണ്ടാ. ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമെന്ന് അഭിമാനിച്ചു. യൗവനമോഹത്താൽ ഞാൻ അവയിൽ തൽപരനാകേ. യൗവന പ്രായത്തിലെ തിളപ്പിൽ ഞാൻ അവയങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം വന്നോ മോദപ്പോ ഹന്തകവർന്നോ. കണ്ടോ? ആ പാട്ട് എന്നേറെ സ്പർശിച്ചു. മിക്കവാറും ഞാനിടും അത്. ആ റോയ് പുത്തൂരാണ് പാടുന്നത്. റോയ് പുത്തൂർ അത് പാടുന്നത്. പ്രിയമുള്ളവരെ, അതെന്നേറെ സ്പർശിച്ചു. മായകളുടെ പിമ്പേ പോയി ഞാൻ മൂഢത മൂലം, ഞാൻ കണ്ടവയെല്ലാം ശാശ്വതമെന്ന് അഭിമാനിച്ചു. യൗവനമോഹത്താൽ ഞാൻ അവയിൽ തൽപരനാകേ. മരണം വന്നോ മോദപ്പോ ഹന്തകവർന്നു. അപ്പോഴാണ് മരണം വന്നത്. എന്നെ മുഴുവനായി കൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുന്നില്ലല്ലോ. പെട്ടിയിൽ കിടന്നുകൊണ്ട് നിസ്സഹായതയോടെ കരയുന്ന ഒരു മൃതൻ ഭാവനയിൽ പിതാക്കന്മാർ പാടിയിരിക്കുക.
ഇതെല്ലാം മായയാണ്, ഇതെല്ലാം പ്രലോഭനമാണ്, നീ പോകരുത്. നീ ആർജിച്ച ധനവും മാനവും ശ്രേഷ്ഠതയുമെല്ലാം നശ്വരമാണ്, അത് ശാശ്വതമല്ല. മരണം പെട്ടെന്ന് പിടികൂടും, എല്ലാം കൊണ്ടുപോകും. പാപത്തിൽ ശ്രദ്ധയൂന്നി ജീവിക്കരുത്, പാപത്തെ താലോലിക്കരുത്, പാപ വഴികളിൽ ചരിക്കരുത്. പാപത്തെ വിട്ട് ദൈവിക വഴിയിലൂടെ ചരിക്കണം. പാപത്തോടുള്ള സമ്പർക്കം അരുത്. പിതാക്കന്മാർ പഠിപ്പിക്കുക 5 കാര്യങ്ങൾ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. മുന്നറിയിപ്പ്. ഈ ലോക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 1, തലകളെ വണക്കാം. 1, പിശാച്. ക്രൈസ്തവ ജീവിതത്തിൽ മുന്നേറുമ്പോൾ തകർക്കാനായി പാഞ്ഞെടുക്കുന്ന പിശാചിനെ വരുതിക്ക് നിർത്തുവാൻ പ്രാർത്ഥനയും ഉപവാസവും കൈമുതലാക്കി ജീവിക്കുക. 2, ഡിസീസ്, രോഗം. പാപം ഹേതുവായി രോഗം വരാം, പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ രോഗം വരാം, ദൈവനാമ മഹത്വത്തിനായി രോഗം വരാം. കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാനാണെന്നുള്ള ബോധം നമ്മെ ഭരിക്കണം. ഒരു വിശുദ്ധൻ പറയുകയുണ്ടായി, call no man a saint till he has suffered. കഷ്ടത വരുന്നവരെയും ഒരു മനുഷ്യനും വിശുദ്ധനല്ല. call no man a saint. ഒരു മനുഷ്യനെയും കഷ്ടത വരുന്നവരെ വിശുദ്ധനെന്ന് എണ്ണരുത്. കഷ്ടത ജീവിതത്തിൽ വന്നെങ്കിലേ നാം വിശുദ്ധരായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് മരണവും ദുഃഖവും പ്രിയപ്പെട്ട വേർപാടും ഒക്കെ സംഭവിക്കുന്നത്. രോഗം, ദുഃഖം, പട്ടിണി, പൈതാഹമൊക്കെ വരുന്നത്, കഷ്ടത വരുന്നത് ദൈവനാമ മഹത്വത്തിനാണ്. 3, നാം വീണ്ടും ചിന്തിച്ചു, ഡേഞ്ചർ, ആപത്ഘട്ടമായത്. ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവിന്റെ ചിറകടിയിൽ ശരണം പ്രാപിപ്പാൻ ദാവീദിനെ പോലെ, സങ്കീർത്തനക്കാരനെ പോലെ ആർജവത്വം കാണിക്കണം. ദൈവ വഴിയിലൂടെ ചരിക്കണം. 4, ഡിപ്രഷൻ. നിരാശ നമ്മെ നേരിടുമ്പോൾ ദാവീദിനെ പോലെ മുഴങ്കാൽ മടക്കണം. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നുള്ള ദൈവിക വചനത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കണം. 5, ഡെത്ത്. ഓരോ മരണവും മുന്നറിയിപ്പാ സഹോദരങ്ങളെ. ഇന്ന് ജീവിക്കുന്നവർ നാളെ ജീവിക്കുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. നാളത്തേത് നമ്മുടേതല്ല, നാളത്തെ ദിവസം നമ്മുടേതല്ല. Yesterday is gone. Tomorrow is not yours, but today is yours. നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന കർത്താവിനെ കാണാം. 3 കാര്യം പാണിയിൽ പിടഞ്ഞു മരിക്കുന്ന കർത്താവ്. അവൻ മരണം വരിച്ചത് നമ്മെ ജീവിപ്പിക്കുവാനാണ്. അവൻ നഗ്നനായത് നമ്മെ ഉടുപ്പിക്കുവാനാണ്. അവൻ കയ്പുനീര് കുടിച്ചത് നമുക്ക് ജീവജലം തരുവാനാണ്. അവൻ മുൾക്കിരീടം ചൂടപ്പെട്ടത് നമുക്ക് ജീവകിരീടം തരുവാനാണ്. നമുക്ക് അക്രൂശിലേക്ക് നോക്കാം. അപ്പം നിന്ന് പുരുഷാരം കൈവിട്ടപ്പോൾ, ശിഷ്യന്മാർ ഓടി ഒളിച്ചപ്പോൾ, പിതാവ് പോലും കൈവിട്ടപ്പോൾ, നിസ്സഹായതയുടെയും വേദനയുടെയും നടുവില് യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമ്മാ ശബക്താനി. നമുക്ക് ധ്യാനിക്കാം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുഷേണൻ കോരോടൻ, സർവവും എനിക്കച്ചിൽ പൂർണ്ണരക്ഷ കാണും ഞാൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ, എൻ്റെ കർത്താവേ, ഞാനിതാ നിന്നിൽ ശരണപ്പെടുന്നു. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കൊമ്പിടുന്നു രക്ഷിക്ക.
ഈ പകർച്ചവ്യാധികളുടെ നടുവിൽ, വലിയ പകർച്ചവ്യാധികൾ നമ്മെ ഗ്രസിക്കുമ്പോൾ, അനേകായിരങ്ങൾ കോവിഡ് മുഖാന്തരം ഭാരപ്പെടുമ്പോൾ, ഒമിക്രോൺ മുഖാന്തരം ഭാരപ്പെടുമ്പോൾ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, വേദനിക്കുന്ന അനുഭവത്തിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ. എങ്ങനെ എൻ്റെ ഭാരമൊന്ന് ആരോട് പറയണം? നിസ്സഹായതയോടെ, നിരാശയോടെ, വേദനയുടെ നടുവിൽ കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന വചനപ്രകാരം ഒരു കഷ്ടം പോലും ബാക്കി വയ്ക്കാതെ എല്ലാ കഷ്ടങ്ങളെയും ദൂരീകരിക്കുവാൻ ത്രാണിയുള്ള ആ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കി സമർപ്പണത്തോടെ, മരണം വരുന്നു, ആപത്ത് വരുന്നു, രോഗം വരുന്നു, നിരാശ നിഴലിടാം, പിശാച് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, യേശുവല്ലാതെ മറ്റൊരിടമില്ല, യേശുവല്ലാതെ മറ്റൊരു അഭയമില്ല. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സമർപ്പണ ജീവിതം ക്രൈസ്തവ ജീവിതമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് സമർപ്പണം. നമ്മെ തന്നെ സമർപ്പിക്കാം. ഇനിയുള്ള ശിഷ്ടായ യേശുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ആളുകളും സമർപ്പിക്കാം. എൻ്റെ യേശുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. നമുക്ക് സമർപ്പിക്കാം. പ്രിയ ജനമേ, നമുക്ക് വീണ്ടും ഈ പാട്ട് പാടാം. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ. ഉറക്കെ താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. സ്വർഗം സന്തോഷിക്കട്ടെ. താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ബാറക്കുമോർ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ഈ പുതുവർഷത്തിൻ്റെ ഈ 17ാമത്തെ രാത്രിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ആപത്തുകൾ കടന്നു വരുന്നു. ചില മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. ധനവാൻ അബ്രഹാം പിതാവിനോട് ചോദിച്ചു, പിതാവേ, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിപ്പാൻ ഞാനൊന്ന് തിരിച്ചു പൊക്കോട്ടെ, ഞാൻ അവരോട് ചെന്ന് പറയാം ഞാൻ കണ്ട കാര്യങ്ങൾ. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നിന്റെ വാക്ക് കേൾക്കുമോ? പ്രിയമുള്ളവരെ, ദൈവദാസന്മാർ വചനം അവർ പറയുന്നത് മുന്നറിയിപ്പാ. ഇന്ന് രാത്രികാലം മുന്നറിയിപ്പുകൾ നൽകി. പിശാച് വരാം, രോഗം വരാം, നിരാശ വരാം, ആപത്ത് വരാം, മരണം വരാം. യേശുവിനെ കെട്ടിപ്പിടിക്കുക. രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ആരും നഷ്ടപ്പെട്ടു പോകരുതേ. ഈ ദേവാലയത്തിലെ ശുശ്രൂഷയെ നിങ്ങളുടെ അച്ഛനെ, അച്ഛന്മാരെ, കുടുംബങ്ങളെ, കടന്നു വന്ന പ്രിയപ്പെട്ട മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. വരും ലോകത്തിൽ നിത്യതയിൽ സന്തോഷിപ്പാൻ, കയ്യിൽ കുരുത്തോല പിടിച്ച് ആനന്ദിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുതേ. മാനവും മഹത്വം അങ്ങെടുക്കണമേ. സർവ്വം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.